അടുത്തതായിട്ട് ഈ ഡെസേർട്ട് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റിയിട്ട് പ്ലാന്റ്സ് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യണേന്ന് നോക്കാം. സോ ഡ്രൈ ഹാബിറ്ററ്റിലും അഥവാ സീറിക് ഹാബിറ്ററ്റിലൊക്കെ വളരുന്ന പ്ലാന്റ്സുകളെ നമ്മൾ സീറോഫൈറ്റുകൾ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഡ്രൈ ഹാബിറ്ററ്റ് അഥവാ സീറിക് ഹാബിറ്ററ്റിലൊക്കെ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് സീറോഫൈറ്റുകൾ. സോ അങ്ങനത്തെ കണ്ടീഷൻസ് ഓഫ് സോയിലിൽ സീറോഫൈറ്റിന് മാത്രമേ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അഡാപ്റ്റേഷൻസ് ഓഫ് പ്ലാന്റ് റെസ്പോണ്ട് ചെയ്തൊക്കെ വാട്ടർ സ്കേഴ്സിറ്റി അഥവാ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിനൊക്കെ പ്ലാന്റ്സ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ വാട്ടർ സ്കേഴ്സിറ്റിയുമായിട്ട് പ്ലാന്റിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡെസേർട്ട് കണ്ടീഷൻസിലുള്ള പ്ലാന്റ്സുകൾ എങ്ങനെയാണ് അവരുടെ അഡാപ്റ്റീവ് ഫീച്ചർ നോക്കാം. സോ സീറോഫൈറ്റുകൾ ഇപ്പം ഞാൻ പറഞ്ഞു ഡ്രൈ ഹാബിറ്ററ്റിലും സീറിക് കണ്ടീഷൻസ് ഓഫ് സോയിലിലും വളരുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ സീറോഫൈറ്റ് എന്ന് പറയാം. സീറോഫൈറ്റുകൾ 3 കാറ്റഗറിയിലുള്ള സീറോഫൈറ്റുകളുണ്ട്: എഫെമറൽസ്, സെക്യുലൻസ് ആൻഡ് ട്രൂ സീറോഫൈറ്റ്സ്. എഫെമറൽസ്, സെക്യുലൻസ് ആൻഡ് ട്രൂ സീറോഫൈറ്റ്സ് 3 ടൈപ്പ് സീറോഫൈറ്റുകളാണ്. ഈ ഡ്രൈ ഹാബിറ്ററ്റ് അല്ലെങ്കിൽ സീറിക് ഹാബിറ്ററ്റിൽ കാണുന്ന 3 ടൈപ്പ് സീറോഫൈറ്റുകളാണ് എഫെമറൽസ്, സെക്യുലൻസ് ആൻഡ് ട്രൂ സീറോഫൈറ്റ്. ആദ്യത്തെയാണ് നമ്മൾ പറയുന്നത് എഫെമറൽസ്. എഫെമറൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ ഷോർട്ട് പീരീഡ്. വളരെ ചുരുങ്ങിയ ടൈം പീരീഡിനുള്ളിൽ തന്നെ അവരവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനത്തെ ഗ്രൂപ്പുകാരാണ് എഫെമറൽസ്. സോ അങ്ങനെയുള്ളവരെ ഡ്രോട്ട് എസ്കേപ്പേഴ്സ് എന്ന് പറയും. ഈ ഡ്രോട്ട് വരൾച്ച വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സിറ്റുവേഷനെ എസ്കേപ്പ് ചെയ്യുന്നവരാണ് ഡ്രോട്ട് എസ്കേപ്പേഴ്സ് അല്ലെങ്കിൽ ഡ്രോട്ട് ഇവേഡേഴ്സ് എന്നൊക്കെ പറയും ഈ എഫെമറൽസ്. സോ ഡ്രോട്ടിനെ എസ്കേപ്പ് ചെയ്യുന്നവരാണ്, അതിൽ നിന്ന് സ്വയം രക്ഷ നേടുന്നവരാണ് എഫെമറൽസ് എന്ന് പറയുക. അവരുടെ ലൈഫ് സൈക്കിള് ഷോർട്ട് പീരീഡിനുള്ളിൽ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്യും. സോ അവരുടെ ഇത് എക്സാമ്പിൾ പറയുന്നത് ഡെസേർട്ട് ഏരിയാസ് ഓഫ് രാജസ്ഥാനിലെ ഡെസേർട്ട് ഏരിയസിലൊക്കെ ആനുവൽ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ജെർമിനേറ്റ് ചെയ്യുന്നത് സീഡ്സിൽ നിന്നാണ്. സോ സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് ആനുവൽ പ്ലാന്റ്സ് ഉണ്ടാകുന്നു ഇവിടെ ഡെസേർട്ട് ഏരിയാസ് ഓഫ് രാജസ്ഥാനിൽ. സോ അവരുടെ ലൈഫ് സൈക്കിള് ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് റെയിനി സീസണിലാണ്. സോ റെയിനി സീസണിൽ തന്നെ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അവർ സർവൈവ് ചെയ്യുന്നത് സീഡിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ആ ഡ്രൈ സീസണിൽ അവർ സീഡാണ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത് ആനുവൽ പ്ലാന്റ്സ്. സോ സർവൈവ് ഇൻ ദ ഫോം ഓഫ് സീഡ്സ് ഇൻ ഡ്രൈ സീസൺ. അങ്ങനെയാണ് നമ്മുടെ എഫെമറൽസ്. സോ ആ ഡ്രോട്ടിനെ എസ്കേപ്പ് ചെയ്യുന്നു. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള റെയിനി സീസണിൽ തന്നെ അവരവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് ആ സീഡ് അൺഫേവറബിൾ ആയ സിറ്റുവേഷനിൽ ആ സീഡ് ജെർമിനേറ്റ് ചെയ്ത് ആനുവൽ പ്ലാന്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സോ സർവൈവ് ചെയ്യുന്നത് സീഡിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ആ സീഡാണ് ജെർമിനേറ്റ് ചെയ്ത് ആനുവൽ പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്. എവിടെയാണ് ഡെസേർട്ട് ഏരിയാസിലുള്ള രാജസ്ഥാനിലുള്ള ഡെസേർട്ട് ഏരിയാസിൽ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ. ഇനി വേറൊരു ടൈപ്പാണ് നമ്മുടെ സീറോഫൈറ്റിൽ എഫെമറൽസ് പോലെ വേറൊരു ഗ്രൂപ്പാണ് സെക്യുലൻസ് എന്ന് പറയും. സെക്യുലൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത കപ്പാസിറ്റി ടു അബ്സോർബ് ആൻഡ് സ്റ്റോർ വാട്ടറിനെ അബ്സോർബ് ചെയ്യാനും ആ അബ്സോർബ് ചെയ്ത വാട്ടറിനെ ആഗിരണം ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് സെക്യുലൻസ് എന്ന് പറയുന്നത്. സോ അവരെ നമ്മൾ ഡ്രോട്ട് റെസിസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. ഡ്രോട്ടിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് സെക്യുലൻസ്. ആ വരൾച്ചേനെ റെസിസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്നവരാണ്, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് സെക്യുലൻസ്. സോ അവരുടെ പ്രത്യേകത അവർ മാക്സിമം വാട്ടറിനെ അബ്സോർബ് ചെയ്യും, അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അവരുടെ വാട്ടർ റിക്വയർമെൻറ്റ് അവർ ഫുൾഫിൽ ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് കാക്ടൈ അഥവാ ഒപ്പൻഷ്യ എന്ന് പറയും. കാക്ടൈ അഥവാ ഒപ്പൻഷ്യ. അതുപോലെ യൂഫോർബിയ സ്പ്ലെൻഡൻസ്. യൂഫോർബിയ എന്ന് പറഞ്ഞാൽ മുൾക്കിരീട ചെടി എന്ന് പറയും, മുൾക്കിരീട ചെടി. അതുപോലെ എലോയ് നമ്മുടെ എന്താ കറ്റാർ വാഴ. ഇതൊക്കെ എന്താണ് സെക്യുലൻസ് ആണ്. അതായത് ഡ്രോട്ട് റെസിസ്റ്റിംഗ് ആയിട്ടുള്ള സീറോഫൈറ്റുകളാണ്. അവർ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്യാണ് അവർ ചെയ്യുന്നത് സെക്യുലൻസ്. അതിൽ കാക്ടൈ ഒപ്പൻഷ്യ അതൊക്കെ അതിൽ വരുന്നതാണ്. അതുപോലെ യൂഫോർബിയ മുൾക്കിരീട ചെടി, അതുപോലെ എലോയ് കറ്റാർ വാഴയൊക്കെ അതിൽ വരുന്നതാണ്. മൂന്നാമത്തെ ടൈപ്പ് സീറോഫൈറ്റ് നമ്മൾ ട്രൂ സീറോഫൈറ്റ് എന്ന് പറഞ്ഞു. ട്രൂ സീറോഫൈറ്റിനെ പ്രത്യേകത ദേ ഹാവ് ദ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡ്രോട്ട് കണ്ടീഷൻസ്. ഈ ഡ്രോട്ട് കണ്ടീഷൻസ് വരൾച്ചയുള്ള കണ്ടീഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ളവരാണ് ട്രൂ സീറോഫൈറ്റ്സ്. അതുകൊണ്ട് അവരെ ഡ്രോട്ട് എൻഡ്യൂറിങ് എന്ന് പറയും.
ഡ്രോട്ടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നവരാണ് ഡ്രോട്ട് എൻഡ്യൂറിങ് ആയിട്ടുള്ളത്. സോ അതിന് എക്സാമ്പിളാണ് പാംസ് എന്ന് പറയും, ഒറ്റത്തടി വൃക്ഷങ്ങൾ, പാംസുകൾ. അതുപോലെ കപ്പാരിസ് ഡെസിഡുവ, അതുപോലെ തന്നെ ഒലിയാൻഡർ, നീറിയം എന്ന് പറഞ്ഞ ഒലിയാൻഡർ, നീറിയം, അതായത് അരളി. അതുപോലെ കാഷറീന, കാറ്റാടി മരം, കാലോട്രോപ്പിസ്, എരിക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ട്രൂ സീറോഫൈറ്റ്സുകൾ. സോ ട്രൂ സീറോഫൈറ്റ്സിൻ്റെ പ്രത്യേകത അവർക്ക് ഡ്രോട്ട് കണ്ടീഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ട്രൂ സീറോഫൈറ്റ്സ് എന്ന കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡ്രോട്ട് കണ്ടീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ളവരാണ് ട്രൂ സീറോഫൈറ്റ്സ്. അതിനെ അവർ ഡ്രോട്ട് എൻഡ്യൂറിംഗ് എന്നും നമ്മൾ വിളിക്കുന്നത്. ഡ്രോട്ട് എൻഡ്യൂർ ചെയ്യാനുള്ള കഴിവുള്ളവർ പാംസ്, ഒറ്റത്തടി വൃക്ഷങ്ങൾ, കപ്പാരിസ് ഡെസിഡുവ, അതുപോലെ തന്നെ ഒലിയാൻഡർ, നീറിയം, അരളി, കാഷറീന, കാറ്റാടി മരം, അതുപോലെ കാലോട്രോപ്പിസ്, എരിക്ക്. ഇതൊക്കെയാണ് ട്രൂ സീറോഫൈറ്റ്സ്. സോ എഫെമെറൽസ് എന്ന ലൈഫ് സൈക്കിൾ ഷോർട്ട് പീരീഡിനുള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്യും. റെയിനി സീസണിൽ തന്നെ അവരുടെ ലൈഫ് സൈക്കിൾ അവർ കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ സെക്കുലൻസ് ആണെങ്കിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യും, സ്റ്റോർ ചെയ്യുന്നു. ട്രൂ സീറോഫൈറ്റ്സ് ആണെങ്കിൽ ആ ഡ്രോട്ട് കണ്ടീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്. സോ ഈ പ്ലാന്റ്സുകൾക്കൊക്കെ വാട്ടർ സ്കേഴ്സിറ്റിനെ അവർ റെസ്പോണ്ട് ചെയ്യണത് ഇതിലേതെങ്കിലും തരത്തിൽ. സോ ഇവർക്ക് ഇവരുടെ ബോഡിയിൽ ഈ പറഞ്ഞ തരത്തിൽ കാറ്റഗറിയിൽ വരാനായിട്ട് അവർക്ക് മോർഫോളജിക്കലി ആയിട്ടും അവർ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ അനാറ്റമിക്കലി, എക്സ്റ്റേണലിയും ഇൻറ്റേർണൽ ഫീച്ചർ, അനാറ്റമിക്കൽ അഡാപ്റ്റേഷൻസും അതുപോലെ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. സോ ഈ പ്ലാന്റ്സിന് ഉള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് ഇതുപോലെ സീറിക് ഹാബിറ്ററ്റിലും അതുപോലെ ഡ്രൈ ഹാബിറ്ററ്റിലും അവർക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് മോർഫോളജിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്, അനാറ്റമിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. സോ പ്ലാന്റ്സിൽ കാണുന്ന മോർഫോളജിക്കലി എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന പ്ലാന്റ്സിൽ കാണുന്ന ഫീച്ചേഴ്സ് തന്നെ ഈ പറഞ്ഞ സീറോഫൈറ്റുകൾക്ക് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. ഒപ്പൻഷ്യ, നമ്മുടെ കാക്ടൈൽ ഒപ്പൻഷ്യക്ക് നല്ല എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ മോർഫോളജിക്കലായിട്ടുള്ള അഡാപ്റ്റേഷൻ കാക്ടൈൽ കാണുന്നത്. അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ സീറോഫൈറ്റിൻ്റെ ലീവ്സുകൾ വളരെ ചെറുതായിരിക്കും, സ്മോൾ ലീവ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആ ലീഫിൻ്റെ സർഫസ് ലെതറി സർഫസ് ആയിരിക്കും ലീവ്സ്. ഈ ലെതറി സർഫസ് ഓഫ് ലീവ്സും അതുപോലെ ചെറിയ ലീവ്സും അവരെ ട്രാൻസ്പിറേഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ മോർഫോളജിക്കൽ അഡാപ്റ്റേഷനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഡ്രൈ ക്ലൈമറ്റിൽ കാണുന്ന ഈ സീറോഫൈറ്റിൽ ട്രീസ്, ഷ്രബുകൾക്കൊക്കെ അവർക്ക് ഡെസിഡ്യൂസ് ആയിട്ടുള്ള ലീവ്സുകളായിരിക്കും ഉണ്ടാവുക. സോ ഡ്രൈ ക്ലൈമറ്റിൽ കാണുന്ന പ്ലാന്റ്സുകൾക്കൊക്കെ ആ ഡ്രൈ ക്ലൈമറ്റിലുള്ള ട്രീ അല്ലെങ്കിൽ ഷ്രബുകൾക്കൊക്കെ പ്രത്യേകത അവരുടെ ഡെസിഡ്യൂസ് ലീവ്സുകളായിരിക്കും. ലീവ്സുകളൊക്കെ കൊഴിയുന്ന ടൈപ്പുള്ള ലീവ്സുകൾ, ഷെഡിങ് ലീവ്സുകളായിരിക്കും. അതുപോലെ ഇവരുടെ ലീവ്സ് ഫ്ലഷി ലീവ്സ്, ഈ പറഞ്ഞ മോർഫോളജിക്കൽ ഫീച്ചേഴ്സാണ്. ഫ്ലഷി ലീഫായിരിക്കും. ആ ലീവ്സിൽ വാട്ടർ സ്റ്റോറി, ഫോർ എക്സാമ്പിൾ അലോവേര. അതുപോലെ ലീവ്സൊക്കെ സ്റ്റെമ്മും ഫ്ലഷി ആയിരിക്കും, അവിടെയും വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റീൻ്റെ സീറോഫൈറ്റ് ആയതുകൊണ്ട്. അതുപോലെ ചില സീറോഫൈറ്റുകളിലെ ലീവ്സുകളൊക്കെ മോഡിഫൈ ചെയ്ത് സ്കെയിൽ ലീവ്സ് ആയിട്ടുണ്ടാവും. ആ സ്കെയിൽ ലീവ്സ് ഫോൾ ഓഫ് ചെയ്ത് പോവും. അതുപോലെ ചില ആക്സലറി ബഡ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് സ്പൈൻസ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് സ്പൈനായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ സീറോഫൈറ്റുകളുടെ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻ തന്നെ ഇവരുടെ സ്റ്റെമ്മിൽ, ലീവ്സിലൊക്കെ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ അനാറ്റമിക്കലായിട്ടുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സുകൾക്കൊക്കെ തിക്ക് ക്യൂട്ടിക്കിളായിരിക്കും. സീറോഫൈറ്റുകളായിട്ടുള്ള പ്ലാന്റുകളിലെ ക്യൂട്ടിക്കിൾ തിക്കായിരിക്കും. അതുപോലെ വാക്സി കോട്ടിംഗ് ആയിരിക്കും ക്യൂട്ടിക്കിൾ ഉണ്ടാവുക. ഈ വാക്സി കോട്ടിങ് അതുപോലെ തിക്ക് ക്യൂട്ടികളൊക്കെ വാട്ടർ ലോസ് പരമാവധി തടയാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അനാറ്റമിക്കലായിട്ടുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ഈ സീറോഫൈറ്റുകളുടെ പ്ലാന്റുകളുടെ സ്റ്റൊമാറ്റ കാണുന്നത് ഡീപ്പായിട്ടുള്ള സങ്കൺ പിറ്റുകളിലായിരിക്കും. ഏറ്റവും ഇന്നർ റീജിയനിൽ ഡീപ്പ് സങ്കൺ പിറ്റുകളിലായതുകൊണ്ട് ഇതിനെ സങ്കൺ സ്റ്റൊമാറ്റ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ സങ്കൺ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ഡീപ്പ് പിറ്റിൽ കാണുന്ന സ്റ്റൊമാറ്റ കാരണം ഇവരുടെ ഈ പ്ലാന്റ് ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടുന്നത് പരമാവധി തടയാൻ പറ്റും. സോ ഇൻ ഓർഡർ ടു മിനിമൈസ് ദ വാട്ടർ ലോസ് ഈ സങ്കൺ സ്റ്റൊമാറ്റി ആയിരിക്കും ഈ പറഞ്ഞ സീറോഫൈറ്റുകളുടെ അനാറ്റമിക്കലായിട്ടുള്ള അഡാപ്റ്റേഷൻ. അതുപോലെ ഫിസിയോളജിക്കലായിട്ട് വരുന്ന അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ സീറോഫൈറ്റുകളായുള്ള പ്ലാന്റുകൾക്ക് C4 പാത്വേ, ഫോട്ടോസിന്തസിന് വേണ്ടി C4 പാത്വേ ആയിരിക്കും അവർ
യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് ട്രോപ്പിക്കൽ ഗ്രാസുകളിലൊക്കെ C4 പാത്വേ അല്ലെങ്കിൽ ഹോട്ട് ക്ലൈമറ്റുകളിലുള്ള പ്ലാന്റ്സുകളിലൊക്കെ ട്രോപ്പിക്കൽ ഗ്രാസുകളൊക്കെ C4 പാത്വേ ആണ് അവർ ഫോട്ടോസിന്തറ്റിക് പാത്വേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഈ C4 പാത്വേ അവർക്ക് മിനിമം ലെസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവർ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് സാധിക്കും. ഹൈ ടെമ്പറേച്ചറിൽ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നടത്താൻ അവർക്ക് സാധിക്കും, ലെസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ സീറോഫൈറ്റുകളുടെ വേറൊരു ഫിസിയോളജിക്കലായിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞ സെക്കുലൻസ് എന്ന് പറഞ്ഞു. സെക്കുലൻസ് എന്തായിരുന്നു? കപ്പാസിറ്റി ടു അബ്സോർബ് ആൻഡ് സ്റ്റോർ വാട്ടർ. വാട്ടറിനെ അബ്സോർബ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിവുള്ളവരാണ് ഈ സെക്കുലൻസ്. സോ ഈ സെക്കുലൻസ് ആയിട്ടുള്ള ഈ സീറോഫൈറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ഫോട്ടോസിന്തറ്റിക് പാത്വേ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെക്കാനിസം ആയിരിക്കും. CAM എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലേഷൻ ആസിഡ് മെറ്റബോളിസം. സോ അങ്ങനത്തെ പ്ലാന്റ്സുകൾക്ക് ആ CAM പാത്വേ ഉള്ള ഫോട്ടോസിന്തസിസ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, CAM പാത്വേ ഓഫ് ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടുണ്ട്. സോ പിന്നെ അവരുടെ പ്രത്യേകത എന്താ? CAM പാത്വേയുടെ പ്രത്യേകത എന്താണ്? സോ സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ് ചെയ്തിരിക്കും, അതേസമയം നൈറ്റ് ടൈമിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യും. ഈ ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുകയും നൈറ്റ് ടൈമിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യലും വഴി ഇവർക്ക് അവരുടെ ട്രാൻസ്പിറേഷൻ റേറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുമ്പോൾ അവരുടെ ട്രാൻസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുവഴി എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ അവരുടെ ബോഡിയിൽ നിന്ന് പോകുന്നത് തടയാനും അവർക്ക് സാധിക്കും. സോ ഇതുപോലെ മോർഫോളജിക്കലായിട്ടും അനാറ്റമിക്കലായിട്ടും ഫിസിയോളജിക്കലുമായിട്ടുള്ള ഒരുപാട് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ സീറോഫൈറ്റുകൾക്ക് കാണും. സോ ഈ ഫീച്ചേഴ്സാണ് ആ പ്ലാന്റ്സുകളെ ഈ ഡെസേർട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ സീറിക് കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്.